രാവുകൾ പകലുകൾ. അധ്യായം 8. വെളുക്കാൻ ഇനിയും 3-4 മണിക്കൂറുകൾ മാത്രം. കൃഷ്ണ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. മാർക്കറ്റിംഗ് മാനേജറുടെ മുറിയിൽ വെളിച്ചം ചാരിക്കിടക്കുന്ന കതക് തുറന്ന് അകത്ത് ചെന്നു. ജോസഫ് തിരക്കിലാണ്. എന്തേ കൃഷ്ണേ, ജോസഫിന് ഉറങ്ങാറായില്ലേ? ആയിരിക്കുന്നു, ഒരു കത്ത് കൂടി. അയാൾ കത്തെഴുതി തീർത്ത് കവറിൽ അഡ്രസ്സ് എഴുതി മേലെ അടുക്കി വെച്ചിരിക്കുന്നു. കവറുടെ കൂട്ടത്തിന് മുകളിൽ പുതിയത് കൂടി സ്ഥാപിച്ചു. യെസ്, പോകാം. അയാൾ യാത്രയായി. അവൾക്കൊപ്പം വളരെ ഇമ്പ്രൂവ് ചെയ്തു. നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകും കൃഷ്ണേ. അവളുടെ ചുണ്ടുകളിൽ നേർത്ത ചെരി വിടർന്നു. ഉറക്കാലസ്യത്തിൽ മയങ്ങിയ മുഖം പ്രസന്നമാകുന്നു. രാമനിവിടെ വടക്കൻ മലബാറിൽ ഇന്ന് ഫോണുണ്ടായിരുന്നു. പ്രചരണ വാഹനങ്ങളോടൊത്ത് പ്രത്യേക ലേഖകരുണ്ട്. വീടാന്തരം പ്രതിനിധികളും. മുറ്റത്ത് പത്രക്കെട്ടുകൾ കയറ്റുന്ന വാലിനെയും മറികടന്ന് അവർ നടന്നു. കൃഷ്ണയുടെ ക്വാർട്ടേഴ്സിൻ്റെ വാതിക്കൽ അവർ നിന്നു. ക്വാർട്ടേഴ്സിന് മുന്നിൽ തെളിഞ്ഞു നിന്നിരുന്ന ബൾബിൻ്റെ വെളിച്ചത്തിൽ ജോസഫ് കൃഷ്ണയുടെ മുഖം കണ്ടു. അയാൾ ഒരു നിമിഷം നോക്കി നിന്നു. ഗുഡ് നൈറ്റ് ജോസഫ്. അവൾ ക്വാർട്ടേഴ്സിലേക്ക് നടന്ന വരാന്തയിൽ കയറും വരെ ജോസഫ് നോക്കി നിന്നു. വളരെ വൈകാതെ പ്രസ്സിലെയും ഓഫീസിലെയും വിളക്കുകൾ അണഞ്ഞു. ജോസഫിൻ്റെ ക്വാർട്ടേഴ്സിലെ വിളക്കുകളും. അവൾ കുളിച്ചീറൻ മാറി മുറിയിൽ കട്ടിലിൽ കിടന്നു. ഉറക്കം അവളിൽ നിന്ന് അകന്നു നിന്നു. അവൾ അവൻ്റെ ഫോട്ടോയിൽ നോക്കിക്കിടന്നു. മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരേയൊരു ഫോട്ടോ. പണ്ട് മുറിയിൽ സൂക്ഷിക്കാൻ വേറെയും ഫോട്ടോകളുണ്ടായിരുന്നു. കാറൽ മാർക്സിൻ്റെ, ഏംഗൽസിൻ്റെ, മാവോയുടെ. ദൈവങ്ങളുടെയും അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും കൂട്ടുകാരുടെയും. ഇപ്പോൾ ചുരുങ്ങി ഒരാളിലെത്തി, വിശ്വനാഥ്. അവരുടെ അർജുനൻ. അവൻ നയിക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിനാണ് കാത്തിരിക്കുന്നത്. അല്ലൻ അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് തന്നെ. പക്ഷേ അവൻ മാത്രം എവിടെയാണ്? അവളെ ഈ കൂടാരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ 5 പേരുടെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്നത് അവനാണ്. അവൻ്റെ ആശയത്തിൽ, അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം നടപ്പിൽ വരുത്തേണ്ട ആവശ്യകതയിൽ അവൾക്ക് താല്പര്യം തോന്നി. അന്ന് അവൾ പ്രായപൂർത്തിയായതേയുള്ളൂ. ക്ലാസ് മുറിയിൽ, വീട്ടിൽ പക്വത വന്ന കുട്ടിയെപ്പോലെ, തൻ്റെടിയായ ഗൃഹസ്ഥയെപ്പോലെ തിളങ്ങി നിന്ന അവൾക്ക് അവൻ്റെ ആശയങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ആ ഗ്രഹണശക്തിയാണ് അവളെ ഇതിലേക്ക് ആകർഷിച്ചത്, അവനെ അവളിലേക്ക് ആകർഷിച്ചതും. ആകർഷണത്തിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ചൊടിയിൽ, ബുദ്ധിയിൽ, സംഘടനാ വൈഭവത്തിലുള്ള ആരാധനയായിരുന്നു. ആരാധനയെ അവൻ ഫലവത്തായ മാർഗമാക്കി അവളിലൂടെ അവളുടെ സ്നേഹിതകളിലേക്കും അതുവഴി വീട്ടിലിരിക്കുന്ന അമ്മമാരിലേക്കും അമ്മമാരിൽ നിന്ന് അധ്വാനിക്കുന്ന ജനഹൃദയങ്ങളിലേക്കും പകർന്ന് അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് പിറകിൽ ജനലക്ഷങ്ങളെ അണിനിരത്താനാകും എന്നായിരുന്നു ധാരണ. ആ ധാരണ തെറ്റായിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു സമീപനത്തിലൂടെ മാത്രമേ അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂവെന്ന് ഒരുപറ്റം ചെറുപ്പക്കാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ ധാരണയെ, സത്യാവസ്ഥയെ അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല. അവർ അക്രമാസക്തമായ ഒറ്റതിരിഞ്ഞ പ്രവർത്തനം നടത്തുന്നതിനും അതുവഴി ജനഹൃദയങ്ങളെ സ്വാധീനിക്കാനും ശ്രമിച്ചു. ആ ശ്രമം അൽപ്പാടെ പരാജയപ്പെട്ടു. അവിടെ ഉന്മൂലനങ്ങൾ എന്ന പേരിൽ മരണങ്ങൾ ഉണ്ടായപ്പോഴും, രക്തക്കറകൾ പട്ടിപിടിച്ചപ്പോഴും താല്പര്യം തോന്നിയവർ കൂടി താല്പര്യം തോന്നിയ കാര്യം കൂടി മറച്ചുവയ്ക്കാനും ആശയങ്ങളെന്ന് വ്യതിചലിക്കാനും തുടങ്ങി. പ്രവർത്തകർ പോലും പുറത്തുപോയി. രൂപവും ഭാവവും മാറി മറ്റു പാർട്ടി പ്രവർത്തകരായി, മതപ്രവർത്തകരായി. മുദ്രകുത്തപ്പെട്ടവർ മാത്രം ഒന്നും ചെയ്യാനാകാതെ നിറഞ്ഞ വെളിച്ചത്തിൽ കണ്ണുകൾ മഞ്ഞളിച്ചു നിന്നു. അവരുടെ ജീവിതങ്ങളും മരവിച്ചു നിന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും യാചിച്ചു. പിച്ച കൊടുക്കാനോ അവരെ സാന്ത്വനമായൊന്ന് നോക്കാൻ കൂടിയോ ആരും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും വികൃതികൾ അവരുടെ പിച്ചച്ചട്ടിയിൽ മണ്ണ് വാരിടുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് വിശു നഷ്ടപ്പെട്ടത്. അവൾ ഗുരുവിനോടൊപ്പം പുറത്തു വന്നു. പക്ഷേ അവൾ തകർന്നു കഴിഞ്ഞിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ആശ്രയിക്കാനോ അവകാശപ്പെടാനോ ഒന്നുമില്ലാതെ പാഞ്ചാലിയെപ്പോലെ പൊതുജന സമക്ഷം വസ്ത്രമാക്ഷേപം ചെയ്യപ്പെട്ട് മുടിക്കെട്ടിൽ പിടിച്ചുലയ്ക്കപ്പെട്ട് വേദനയേൽക്കേണ്ടി വന്ന ഒരു പാവം പെണ്ണായി, ഒരിറ്റ സ്നേഹത്തിനായി, ഒരു സാന്ത്വനത്തിനായി ദാഹിച്ച്. പക്ഷേ ആകാശത്ത് മേഘപാളികൾക്കിടയിൽ നോക്കി അവൾ കിടന്നു. അവൾക്കാകെ ആശ്രമായിരുന്ന പൊടിമണ്ണിൽ. മേഘപാളികളുടെ ഇടയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കൃഷ്ണൻ അവൾക്ക് ആശ്രയമായി എത്തുമെന്ന് കരുതി അവളുടെ മനസ്സ് ദീനമായി കേണുകൊണ്ടിരുന്നു.
ആ വിളികേട്ട് മേഘപാളികൾക്കുള്ളിൽ നിന്നും ആകാശ നൗകയിൽ എത്തിയത് കൃഷ്ണനായിരുന്നില്ല. എല്ലാം സഹിക്കാനും അറിയാനും ധർമ്മവിശാരദനുമായ മഹാമനസ്കനായ, അതിനേക്കാൾ ഉപരി ശക്തന്മാരായ സഹോദരനുള്ള ധർമ്മപുത്രരായിരുന്നു അജാനബാഹുവായ ഗുരുവെന്ന് വിളിക്കപ്പെടുന്ന ജോൺ ജോസഫ്. അദ്ദേഹത്തിന് പിറകിൽ ഭീമസേനനായി അബുവും നകുല സഹദേവന്മാരായി രാമനും ജോസഫും ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ വില്ലാളി വീരനായ കാമസ്വരൂപനായ അവളെ കൊതിപ്പിച്ച അർജുനൻ ഇല്ലായിരുന്നു. അവൾക്കായി നീട്ടിയ ഗുരുവിൻ്റെ കൈകളിൽ ആശ്രയം കണ്ടെത്തി ആ മാറിൽ പറ്റിച്ചേർന്നു, കരഞ്ഞു. അവൾ വെറുമൊരു പെണ്ണായി, അവരുടെ ജീവിതത്തിലേക്ക് വെറുമൊരു പെണ്ണായിട്ട് ഒഴുകിയിറങ്ങി. അവളോടൊത്തുള്ള ഊഴം കാത്ത് സംതൃപ്തിയോടെ അവർ കാത്തിരിക്കുകയും ചെയ്തു. ആ നാളുകളിൽ അവൾ സന്തുഷ്ടയായി. ഗുരു കമ്മ്യൂൺ തീർത്തപ്പോഴും പത്രസ്ഥാപനം തുടങ്ങിയപ്പോഴും കമ്മ്യൂണിൽ പത്രസ്ഥാപനത്തിൽ ഗുരുവിനേക്കാൾ സ്വാധീനം അവൾക്കായി. ആ മതിൽക്കെട്ടിനുള്ളിൽ മറ്റ് തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിൽ തന്നെ അവൾ അന്തിയുറങ്ങി. അവൾ കടുത്ത മുറിയിൽ ഊഴത്തിനുള്ള മണിയടി കാത്ത് ഭീമ നകുല സഹദേവന്മാരെ പാർത്തു. കൃഷ്ണ കട്ടിലിൽ നിന്നെഴുന്നേറ്റു. ജനാല തുറന്നു. മുറ്റത്ത് കാക്കകൾ എത്തിക്കഴിഞ്ഞു. ഉറക്കമൊഴിപ്പിന് കാഠിന്യം അവളുടെ കണ്ണുകളെ വേദനപ്പെടുത്തി. എന്നിട്ടും അവൾക്കുറക്കം കിട്ടിയില്ല. കമ്മ്യൂണിൽ സിദ്ധാർത്ഥനെ ഏറ്റവും അധികം ആകർഷിച്ച വ്യക്തിയും കൃഷ്ണ തന്നെയാണ്. കണ്ടുമുട്ടിയ നാൾ കഴിയും മുമ്പ് തന്നെ ആ ബന്ധം ദൃഢമായി. രണ്ട് കളിത്തോഴർക്കുണ്ടാകാവുന്ന ദൃഢതയും അവകാശ അധികാരങ്ങളും വ്യക്തമാകുകയും ചെയ്തു. എന്തിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും അവർ ഒരുമിച്ച് നിന്നു. ആ യോജിപ്പായിരുന്നിരിക്കണം ആദ്യകാലങ്ങളിൽ കമ്മ്യൂണിൽ അസുഖകരമായ വാർത്ത പരന്നതും അവരുടെ ജീവിത പങ്കാളികൾ സംശയങ്ങളിലാക്കിയതും. സിദ്ധാർത്ഥനുമായുള്ള സഹവാസം അവൾക്ക് സമാധാനപരമായൊരു മാനസികാവസ്ഥ സംജാതമാക്കപ്പെടുന്നുണ്ടെന്ന് കൃഷ്ണ അറിഞ്ഞിരുന്നു. അവനോടൊത്തിരിക്കുമ്പോൾ, നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മനസ്സ് ശാന്തവും ശരീരം സ്വസ്ഥവുമാകുന്നു. അവളുടെ ജീവിത പങ്കാളികളെ ഓരോരുത്തരെയും ആ മാനദണ്ഡത്തിൽ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുമായുള്ള ബന്ധം ശാരീരികമായുള്ള ആവശ്യം നിറവേറ്റും പോലെയോ ആഹാരം കഴിക്കുന്നതിൻ്റെ സംതൃപ്തിയോ ആണ് കിട്ടുന്നത്. എന്നിട്ടും അവൾ അവരിൽ നിന്നകലുകയോ സിദ്ധാർത്ഥനുമായിട്ട് പൂർണ്ണമായും അടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലേക്ക് നാൻസി കടന്നു വന്നപ്പോൾ അവൾക്ക് സാധാരണ സ്ത്രീകൾക്കുണ്ടാകാറുള്ള വിഷമങ്ങളോ മനം മറിച്ചിലോ ഉണ്ടായുമില്ല. എന്നിട്ടും ഇപ്പോൾ അവൻ അകലെയായപ്പോൾ, അപകടം നിറഞ്ഞ ഒരു ഉദ്യമത്തിലെത്തിയപ്പോൾ അകാരണമായൊരു ഭീതി മനസ്സാകെ മൂടി നിൽക്കുന്നു. ആ കർത്തവ്യം അവൻ സ്വയം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് താനായിരുന്നില്ലേ? എന്നിട്ടും അവൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ഉൾക്കിടിലം, പഴമക്കാർ പറയും പോലെ കൂമ്പിനൊരു വിറയൽ, അവൻ്റെ ഫോണെത്താൻ വൈകിയാലുള്ള വേവലാതി, ന്യൂസുമായി ജീപ്പ് എത്തുമ്പോൾ അവരെ കാണാനുള്ള തിരക്ക്. കൃഷ്ണ, നിനക്കെന്തു പറ്റി? എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. ഉത്തരം കണ്ടെത്താൻ കൃഷ്ണയ്ക്കാകുന്നില്ല. എത്രയോ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇവിടെ എത്തിയത്. എന്തെല്ലാം കണ്ടു, കേട്ടു, അനുഭവിച്ചു. 3 or 4 സ്ത്രീ ജന്മങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്ര അനുഭവങ്ങൾ. പാഞ്ചാലിയെപ്പോലെ ഒരു ഇതിഹാസത്തിന് തന്നെ കേന്ദ്ര കഥാപാത്രമായി വേദന ഉൾക്കൊണ്ട് യുദ്ധത്തിന് തന്നെ കേന്ദ്ര കാരണമായി പരിണമിച്ച് ശപഥം ചെയ്ത് ദൃഢമായി ആ ശപഥത്തിലേക്ക് യാത്ര ചെയ്തു. ആ യാത്ര പോലും ഒരു തപസ്സായി മാറ്റിയ പാഞ്ചാലി കൃഷ്ണയുടെ കണ്ണുകൾ നിറയുകയാണോ? അവൾ സാരിയുടെ കോന്തല കണ്ട് കണ്ണുകൾ തുറച്ചു. കമ്മ്യൂൺ നിത്യവൃത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തടുത്ത വീടുകളിൽ ബഹളങ്ങളും ശബ്ദങ്ങളും അവൾ ശ്രദ്ധിച്ചു. അവിടെയൊക്കെ ഗൃഹത്തിൻ്റെ അന്തരീക്ഷങ്ങളും. തുടർന്ന് മുറ്റത്തിറങ്ങിയെന്ന് അനക്കങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ മൂകമായി, നിശബ്ദമായി, നിർവികാരമായി നിൽക്കുന്ന സ്വന്തം ക്വാർട്ടേഴ്സിനെ ശ്രദ്ധിച്ചു. കൃഷ്ണ ദീർഘമായി നിശ്വസിച്ചു.